നമസ്കാരം. 3 ദിവസം മുമ്പോ ആണ് എൻ്റെ മണ്ഡലത്തിലെ MLA ആയ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്ത് കൽപ്പാത്തി പൈതൃക ഗ്രാമവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് ഏറ്റെടുത്ത ഒരു തയ്യാറാക്കിയ ഒരു ലേഖനം, അത് ഒരു സ്റ്റോറി, അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഞാൻ ജോലി രാജിവെച്ചിരുന്നു. പിന്നെ നീണ്ട കാലം വ്യക്തിപരമായ കുറേ പ്രതിസന്ധികൾ കടന്നുപോയ സമയത്ത് അവഗണിച്ചു പോയ ഒരു വാർത്ത, കൽപ്പാത്തിയിലെ ജാതീയതയ്ക്കെതിരെയുള്ള ഒരു പ്രശ്നത്തിൽ നേരിട്ട് ഏറ്റെടുക്കാൻ വേണ്ട സാഹചര്യം ഉണ്ടായതോടെ ആ ലേഖനം ഞാൻ പൊടി തട്ടിയെടുക്കുകയും കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായി പോലീസ് അന്വേഷണത്തിൽ വരികയും വേണ്ട തെളിവുകൾ നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ പലതുകൊണ്ടും ആ കൽപ്പാത്തി പൈതൃകവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ കൂടെ ചേർത്തിട്ടുണ്ട്. ആ ചർച്ചകൾ പലതുകൊണ്ടും മുന്നോട്ട് പോയില്ല. ആ ലേഖനം, ആ പോലീസ് നൽകിയ പരാതിയിൽ വ്യക്തമായി ഞാൻ നൽകിയിരുന്നത് ഇത് 3 രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇവിടെ നടക്കുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ബൂമിൽ പങ്കുണ്ടെന്നുള്ളത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയോട് ഈ കാര്യം വിളിച്ച് ഞാൻ 2-3 പ്രാവശ്യം ഫോണിൽ സംസാരിക്കുകയും മൂപ്പരെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അപ്പോൾ 2 ദിവസം മുമ്പ് കൃത്യമായിട്ട് വിളിച്ച് പറഞ്ഞപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബൂം നടക്കുന്നു എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് ജാതികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല എന്നുള്ള മറുപടിയാണ് രാഹുൽ നൽകിയത്. അപ്പോൾ ഞാൻ വീണ്ടും നിങ്ങൾക്കത് വായിച്ചു നോക്കൂടി എന്ന് പറഞ്ഞപ്പോൾ ഒരു ഒഴിഞ്ഞ മറുപടി പറയുകയും ഞാൻ ഉടനെ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് കേരളത്തിലെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ അതിരുകളെക്കുറിച്ച്. ദളിത് വോട്ടുകളിലേക്ക് BJP കടക്കാൻ ശ്രമിക്കുമെങ്കിൽ ഒരു സംഘടിത വോട്ട് ബാങ്കായി തങ്ങൾക്ക് മാറേണ്ടതുണ്ട് എന്ന് ഇന്ത്യയിൽ ബ്രാഹ്മണ സമൂഹത്തിന് ഏറെക്കുറെ ബ്രാഹ്മൺ സമൂഹത്തിന് താരതമ്യേന ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു പ്രദേശത്ത് അവർ ശ്രമിക്കുകയും അതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് തരക്കേടില്ലാത്ത പ്രകടനം എല്ലാ കാലത്തും നടക്കുകയും ചെയ്തൊരു പ്രദേശമാണ് കൽപ്പാത്തി എന്ന് പറയുന്നത്. ഒരു മതേതര മുഖം തേടി അലഞ്ഞുകൊണ്ടിരിക്കുന്ന ഷാഫി പറമ്പിലിന് അഗ്രഹാരങ്ങളൊരു മക്ക തന്നെയാണ്. അവിടേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിലെത്തുന്നതും. അപ്പോഴാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ദൈന്യത തിരിച്ചറിഞ്ഞത്. ജമാഅത്ത് ഇസ്ലാമിയും SDPIയും ഉണ്ടെങ്കിൽ മാത്രം ജയിക്കാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനത്തിന് അപ്പുറത്ത് വേണ്ട വോട്ടുകൾ, ദളിത് വോട്ടുകളിലേക്ക് BJP തിരിയുമെങ്കിൽ സമ്മർദ്ദ ശക്തിയായി തങ്ങൾക്ക് മാറാൻ കഴിയുമെന്നുള്ള രീതിയിൽ വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന ഒരു പറ്റ ആളുകളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ സവർണ വിശേഷം ബ്രാഹ്മണ സമൂഹം ചെലുത്തുന്ന സമ്മർദ്ദ ശക്തിയുടെ ആഴം ഞാനത് മുമ്പ് നമ്മൾ വിലയിരുത്തിയിരുന്നു. തീർച്ചയായും BJPയുടെ സംഘടനാ ദൗർബല്യമൊക്കെ BJP പിന്നോട്ടടിച്ചപ്പോഴും ഒരു സമ്മർദ്ദ ശക്തിയായി മാറാനുള്ള തന്ത്രം എല്ലാ കാലത്തും ഇവിടുത്തെ ബ്രാഹ്മണ സമൂഹം എടുത്തിരുന്നു. അവരൊരു നിഷ്പക്ഷ സ്ഥാനാർത്ഥി നിർത്തും, അവരൊരു BJP സ്ഥാനാർത്ഥി നിർത്തും. ഇതെല്ലാം ചെയ്ത് തങ്ങളിൽ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് തോന്നിപ്പിക്കുകയും അതിനുശേഷം BJPയുടെ വിജയം ഉറപ്പുവരുത്തിയും വലിയ അളവോളം ഷാഫി പറമ്പിലിന് തരക്കേടില്ലാത്തൊരു നിലനിൽപ്പ് അവിടെ നൽകുകയും ചെയ്തിരുന്നതാണ് അവർ എല്ലാ കാലത്തും ചെയ്തിരുന്നത്. ഇതിലൂടെ ഷാഫിക്കും ബ്രാഹ്മണ സമൂഹത്തിനും തങ്ങളുടേതായ ഗുണങ്ങളുണ്ട്. ഒരാൾക്ക് മതേതര മുഖമാണെങ്കിൽ ഒരാൾക്ക് തങ്ങളുടെ രാഷ്ട്രീയമായ ശാക്തീകരണമാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോഴാണ് ഞാൻ കേരളത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലങ്ങളിലേക്കുള്ള ആ വിലയിരുത്തലിലേക്ക് നമ്മൾ വീണ്ടും കടന്നു പോകേണ്ട ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചത്. KK രമ എന്ന് പറയുന്ന മലയാളി വളരെ സഹാനുഭൂതിയോടെ പിന്തുണ നൽകിയ ഒരു വ്യക്തി വിട്ടുവീഴ്ചകളുടെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകം ഒത്തുതീർപ്പാക്കി എന്നുള്ള തിരിച്ചറിവിന് ശേഷവും ആ പ്രസ്ഥാനത്തോട് യോജിച്ചു പോകാൻ തീരുമാനിച്ചു എന്നുള്ളത് നമ്മൾ മുമ്പൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. ആ ചർച്ചകളിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ് ശിവഗിരിയും സ്ത്രീകളുടെ പ്രവേശനവും സ്ത്രീകളുടെ അധികാരവും എല്ലാം ചർച്ചയാവുന്ന ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഇതെല്ലാം പരസ്പര പൂരങ്ങളെ നിൽക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യത്തേക്ക് നമ്മൾ കിടക്കുന്നത്. പൗരോഹിത്യം നിലനിന്ന് പോരേണ്ടത് ഓരോ മതങ്ങളുടെയും ആവശ്യമാണെന്നുള്ളതും ഓരോ മതങ്ങളും ഒരു വോട്ട് ബാങ്കായി മാറുന്നു എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തെ ആദ്യം എതിർത്തു വന്നത് കോൺഗ്രസ് ആണെന്നും കോൺഗ്രസ് അത് ചെയ്തത് മുസ്ലിം ലീഗിന് വേണ്ടിയാണെന്നുള്ളത് തിരിച്ചറിവ് അത് നമുക്കുള്ളതാണ്. അതുമായി ചേർന്ന് വായിക്കേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ നിസ്സംഗത. പൗരോഹിത്യവും
പുരുഷ കേന്ദ്രീകൃത പൗരോഹിത്യം നിയന്ത്രിക്കുന്ന പുരുഷ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥയിൽ നിലനിന്ന് പോകേണ്ടത് ആവശ്യമായി വരുമ്പോൾ മതരാഷ്ട്രവാദികളായ മതം സാംസ്കാരികതയിൽ അഴിഞ്ഞു ചേരണമെന്നും അതുവഴി രാഷ്ട്രീയമായി ശാക്തീകരിക്കപ്പെടണമെന്നും വിശ്വസിക്കുന്ന ആളുകൾ ഒന്നാവുമെന്നുള്ളതിന് നമുക്ക് ഒരുപാട് തെളിവുകളുണ്ട്. ബുർക്കയും പർദ്ദയും സംരക്ഷിച്ചു പോരുന്നതും യൂണിയൻ സിവിൽ കോഡും ശബരിമലയിലെ സ്ത്രീ പ്രവേശനവും എതിർക്കപ്പെട്ടു പോരുന്നതും ലീഗിൻ്റെയും സംഘപരിവാറിൻ്റെയും ഒരേപോലെ ആവശ്യങ്ങളാണെന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. ആ തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ മറുപടി ദയനീയമായ അപഹാസ്യമായ മറുപടി നമുക്ക് ഒരുപാട് അറിവുകൾ നൽകുന്നുണ്ട്. സവർണതയിലൂന്നിയ ഒരു മതക്രമം രൂപപ്പെടുത്തുന്ന BJPയും ഒരു മുസ്ലിം പാർട്ടിയെ അധപ്പതിച്ചു കഴിഞ്ഞ തളർന്ന് ക്ഷീണിച്ച് ഒന്നുമല്ലാതായി മാറിക്കഴിഞ്ഞ ഒരു കോൺഗ്രസ്സിന് ഹിന്ദു വോട്ടുകളിലേക്ക് എല്ലാ വഴികളും ഉപയോഗിക്കേണ്ടതിൻ്റെ ദൈന്യതയും നമ്മൾ തിരിച്ചറിയുന്ന അവിടെയാണ്. അവിടെ നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. ശിവഗിരിയിൽ നിന്ന് നമ്മൾ നേരെ എത്തുന്നത് കൽപ്പാത്തിയിലേക്കും പർദ്ദയിലേക്കും ബുർക്കയിലേക്കും ഒക്കെ. ജമാഅത്ത് ഇസ്ലാമിയും STSഉം താലിബാനും മുഖ്യധാരയിലേക്ക് വരാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സാംസ്കാരികമായ അധിനിവേശം മണ്ടേല ടൗൺ പോലെയുള്ളവയ്ക്ക് നിർമ്മിക്കാൻ ശ്രമിക്കുന്ന ചൈനയെ നമ്മൾ കാണുന്നുണ്ട്. ഇതെല്ലാം കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തോട് ചേർത്ത് നമ്മൾ വിലയിരുത്തേണ്ടതാണ്. ദളിത് രാഷ്ട്രീയവും മതേതര രാഷ്ട്രീയവും ഇത് രണ്ടും ഏറ്റെടുക്കുന്നവർ ഇത് രണ്ടുമായി ചേർന്ന് പോകാത്തവരാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മീഡിയ വണ്ണും ദളിത് രാഷ്ട്രീയം പറയുന്നു, രാഹുൽ ഈശ്വർ മതേതരത്വം പറയുന്നു. ഇത് രണ്ടും നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അവിടെയാണ് നേരത്തെ പറഞ്ഞ വിട്ടുവീഴ്ചകളുടെ ഒത്തുതീർപ്പുകളുടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കടന്നെത്തുന്നത്. എങ്ങനെയാണ് എവിടെ വെച്ചാണ് സംഭവിക്കുന്നത്? നമ്മളിപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി നടന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇതുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. ആ വിഷയങ്ങൾ എവിടെ പോയി? അത് കൊടകര കുഴൽപ്പണമാവാം. ഒരു 4-5 മാസം മുമ്പോ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തോ കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർത്തുകൊണ്ടുവന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ DYFI നേതാവിൻ്റെ കാര്യമാവാം. TP ചന്ദ്രശേഖരൻ്റെ പ്രശ്നമാവും. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ശിവഗിരി അടക്കമുള്ള വിഷയങ്ങൾ നമുക്ക് ആ ഒത്തുതീർപ്പ് രാഷ്ട്രീയം കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ മതസംഘടനകളിലേക്കും മാധ്യമങ്ങളിലേക്കും സഭയിലേക്കും ഒക്കെ എത്തേണ്ടത്. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനം അവയുടെ നിലനിൽപ്പ് നമ്മൾ പലവട്ടം ചർച്ച ചെയ്യും. എങ്ങനെ അവർക്കത് സാധിക്കുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അവർ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ തങ്ങളുടെ വ്യക്തിപരമായ നിലനിൽപ്പിന് വേണ്ടി കേരളത്തിലെ സാമൂഹിക വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തികൾ, ഇതും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ നിലനിൽപ്പും ചേർത്ത് വായിക്കേണ്ടതാണ്. ക്രൈസ്തവ സഭകൾ 3 രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ട് ബാങ്കായി മാറിയതോടെ മുട്ടിൽ മരമുറി കേസിലെ പ്രതികളെ സഭകൾ നിലനിർത്തേണ്ടത് കേരളത്തിലെ 3 പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംവിധാനങ്ങളെയും ആവശ്യമായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒത്തുതീർപ്പുകളുടെ വിട്ടുവീഴ്ചകളുടെ രാഷ്ട്രീയത്തിന് ജോൺ പിട്ടാസിനെ പോലെയുള്ള ഒരു 4-അംഗ ഇടനിലക്കാരൻ മാത്രമല്ല ഉള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കെജ്രിവാളിൻ്റെ പൂജാരിമാർ ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കുന്നതിലൂടെ സവർണതയും പശുരാഷ്ട്രീയവും ചേർന്ന ഹിന്ദുത്വവും പുരുഷനും രാഷ്ട്രീയ അധികാരവും ചേർന്ന സഭയുമെല്ലാം വെല്ലുവിളിക്കാൻ കഴിയുന്ന വിധം സ്വയം പരുവപ്പെടുന്ന കമ്മ്യൂണിസം, ഇതെല്ലാം നമ്മൾ ചേർത്ത് പോകേണ്ടതാണ്. പൂജാരിമാർക്ക് സാമ്പത്തിക സഹായം നൽകാൻ എന്തുകൊണ്ട് കേജ്രിവാൾ ശ്രമിക്കുന്നു? ഇസ്ലാമിക ഭീകരവാദത്തെ പരസ്യമായി എതിർക്കാൻ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശ്രമിക്കുന്നു? ഇതെല്ലാം ഇത്തരം വിട്ടുവീഴ്ചകളെയും വോട്ട് ബാങ്കുകളെയും ആയി ചേർത്ത് വായിക്കേണ്ടതാണ്. രാഹുൽ ഈശ്വറിൻ്റെ ആ ദൈന്യതയിൽ ഇതെല്ലാം അധികാരമേന്തുന്ന വലതുപക്ഷത്തിൽ നിന്ന് ന്യൂനപക്ഷ വോട്ടുകളിലേക്കുള്ള ഹിന്ദുത്വത്തിൻ്റെ അഥവാ സവർണ ഹൈന്ദവതയുടെ പോക്ക് നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വായിക്കേണ്ടതാണ്. പാകിസ്ഥാനിലേക്ക് പോകുന്ന ബംഗ്ലാദേശും തീവ്രവാദി അല്ലാതാകുന്ന
അൽഖ്വയ്ദക്കാരൻ സിറിയൻ ഭരണാധികാരിയുമെല്ലാം സൃഷ്ടിക്കുന്ന അരക്ഷിതാവസ്ഥയിൽ നിന്നും പാഠം പഠിക്കണമെന്ന് തീരുമാനിക്കാൻ കഴിയാത്ത പാശ്ചാത്യ ലോകം, അത് നമ്മുടെ മുന്നിലുണ്ട്. അവിടെയാണ് കാനഡയിലെ സിഖുകാരനും അമേരിക്കയിലെ ഹിന്ദുവുമെല്ലാം നിർണായകമാകുന്നത്. ഹൈന്ദവ വിശ്വാസങ്ങൾ, വിശേഷ സ്ത്രീകളുടെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കോൺഗ്രസ് RSSുമായി യോജിച്ചു പോകുന്നതിന് പിന്നിൽ ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകളാണ്. അത് കേരളത്തിലെ മുസ്ലിം വോട്ടുകളാണ്. സ്ത്രീകൾ അധികാര കേന്ദ്രമാകുമ്പോൾ ഇടം നഷ്ടപ്പെടുന്നത് മുസ്ലിം ലീഗിനാണ്, സവർണ ഹിന്ദുവിനാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ വിട്ടുവീഴ്ചകളുടെ ഒരു തെളിവാണ് അമേരിക്കയിലെ സവർണ ഹിന്ദു കുടിയേറ്റക്കാരനായി മാറുന്നത്. ഇതിൻ്റെ ഒരു വിധി വൈപരീത്യമാണ്. അവിടെയാണ് നേരത്തെ പറഞ്ഞ വിട്ടുവീഴ്ചകൾ വരുന്നത്. മുത്തലാഖും പർദ്ദയും പോലെയുള്ള പ്രാകൃതങ്ങളെ എതിർക്കാൻ UCC പോലുള്ള ഉന്നതമായ ഭരണഘടനാ ആശയങ്ങളെ പിന്തുണയ്ക്കാൻ കോൺഗ്രസ് നിർബന്ധിതരാകുമ്പോൾ മാത്രമാണ് നേരത്തെ പറഞ്ഞ പുരോഗമന ആശയത്തിലേക്ക്, നമുക്ക് വിട്ടുവീഴ്ചകളില്ലാത്ത ആശയത്തിലേക്ക് നമുക്ക് കടക്കാൻ കഴിയും. എന്നാൽ അത്തരമൊരു ധാരണയിലേക്ക് കോൺഗ്രസിന് എത്താൻ കഴിയില്ല എന്നുള്ളതിന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നിസ്സഹായത തെളിവാണ്. ഇതിന് കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരുപാട് തെളിവുകളുണ്ട്. കേരള രാഷ്ട്രീയത്തിൽ ആരുമല്ലാതിരുന്ന VK ശ്രീകണ്ഠൻ MP ആയതിനു പിന്നിൽ ഈ ശബരിമല രാഷ്ട്രീയമുണ്ട്. ആ പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ വേണ്ടി വന്നിരുന്ന കോൺഗ്രസ് അതിലൂടെ ശ്രീകണ്ഠന് നൽകിയ പ്രാധാന്യം. ഇപ്പോൾ കായികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും BJPയും നേടാൻ കഴിയുന്ന ശക്തി കോൺഗ്രസ് കൈവരിച്ചതിന് പിന്നിൽ കോൺഗ്രസ് ലഭിക്കുന്ന SDPI, ജമാഅത്ത് ഇസ്ലാമി വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ നിലനിർത്താനാണ് അഗ്രഹാരങ്ങളിൽ കൽപ്പാത്തി റിയൽ എസ്റ്റേറ്റ് ഭൂമോ ജാതി വ്യവസ്ഥയോ ഇല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഈ നിസ്സംഗതിയാണ് നേരത്തെ പറഞ്ഞ വിട്ടുവീഴ്ചകളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവിടെയാണ് ശിവഗിരിയിലെ നവോത്ഥാനം എതിർക്കപ്പെടുന്നതും അതിനെ പിന്തുണയ്ക്കാൻ പുരോഗമനവാദികൾ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവർ പോലും തയ്യാറാകാതിരിക്കുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട ജീർണിച്ച രാഷ്ട്രീയം നഷ്ടപ്പെട്ട ഊഷരഭൂമിയിലേക്ക് എത്താൻ നവോത്ഥാനം ഏറ്റെടുക്കുക. ഉദ്ദേശം എന്തു തന്നെയായാലും പിണറായിയും സംഘവും മതങ്ങളുടെ കുത്തവകാശങ്ങൾക്കും കോൺഗ്രസിൻ്റെ മുസ്ലിം രാഷ്ട്രീയത്തിനുമെതിരെ സമ്മർദ്ദ ശക്തിയാകാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു ശുഭസൂചന തന്നെയാണ്. എന്നാൽ ഇതിലെല്ലാം എത്രമാത്രം ആത്മാർത്ഥം ഉണ്ട് എന്നുള്ളതാണ് പ്രശ്നം. അത് ശിവഗിരിയിലായാലും പർദ്ദയിലായാലും ബുർക്കയിലായാലും ഒക്കെ നമ്മൾ കാണുന്നത് ഒരു വിഷയം ഏറ്റെടുക്കുന്നു എന്നതിൽ കവിക്ക് ഒരു വിഷയം ഏറ്റെടുക്കുമ്പോൾ അതിനെ ചേർത്തുകൊണ്ടു ഒരു ബാലൻസിന് വേണ്ടി മറ്റൊരു വിഷയം ഏറ്റെടുക്കുന്നതിൽ കവിഞ്ഞ് എന്തെങ്കിലും ആത്മാർത്ഥം നമുക്ക് ഇതിൽ ദർശിക്കാൻ കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ വിട്ടുവീഴ്ചകളുടെ ഒത്തുതീർപ്പുകളുടെ മറ്റൊരു തെളിവാണ്. കപടമതീതത്വം മതരാഷ്ട്രവാദം ശക്തമാക്കുമെന്നുള്ളതിന് രാഹുൽ ഗാന്ധിയും അറിഞ്ഞിട്ടില്ല, ഗോവിന്ദനും നടേശനും കാന്തപുരവും അറിയുന്നില്ല. അതുതന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൻ്റെ തെളിവാണ്. ഒത്തുതീർപ്പുകൾക്ക് എന്തുകൊണ്ട് ഇവർ നിർബന്ധരാവില്ല എന്ന് ചോദിച്ചാൽ ഇവരുടെ പ്രീണനമാണ് അതിന് കാരണം. ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രമേശ് ചെന്നിത്തലയുടെയും VD സതീശൻ്റെ നിലപാടിലൂടെ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നേരത്തെ പറഞ്ഞതുപോലെ ജാതി സംഘടനകൾക്കും മതസംഘടനകൾക്കും ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്നു, ഒരു പ്രത്യേക വിഭാഗത്തെ പ്രതിനിധാനം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു വിഷയം. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ ഈ ഒത്തുതീർപ്പുകൾ പലതുകൊണ്ടും നിർണായകമാകും. ഇതിന് കൂടുതൽ തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതിലെ തെളിവുകളിൽ ചേർത്ത് വായിക്കേണ്ടതാണ് ഇപ്പോൾ സംഭവിച്ച PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. റോട്ടിൽ നിന്ന് വിളിച്ചു കൂവിയിട്ടും അലറി വിളിച്ചിട്ടും ബസ്സോ ആളുകളോ നിർത്താതെ പോയതുകൊണ്ട് നടുറോട്ടിലിരുന്ന് തുണി അടിക്കാം എന്ന് തീരുമാനിച്ച ഒരാളുടെ അടുത്തേക്ക്
ലംബോർഗിനി അടക്കമുള്ള കാറുകളെ ഒരു ഭരണകൂടം കൊടുത്ത് അയക്കുന്നത് നമ്മൾ ഈ പുതുവത്സരത്തിൽ കണ്ടു. ആ ഓണം, ആ ന്യൂ ഇയർ ബമ്പർ അൻവർ എങ്ങനെ സ്വീകരിക്കുമെന്നും അതിനെ അതിൻ്റെ വരുമാനം, അതിൽ നിന്ന് ലഭിക്കുന്ന പൈസ ആരൊക്കെയാണ് പങ്കിട്ടെടുക്കുക എന്നുള്ളതും നമ്മൾ ഗൗരവത്തോടെ കാണാൻ. ഇവിടെ നേരത്തെ പറഞ്ഞ ഒത്തുതീർപ്പുകളുടെ രാഷ്ട്രീയമുണ്ട്. അൻവർ എന്തിനെയാണ്, ആരെയാണ് പ്രതിനിധാനം ചെയ്യുന്നതും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ എല്ലാം നേരത്തെ പറഞ്ഞ ഒത്തുതീർപ്പുകൾ നടക്കുന്നുണ്ട്. അത് കൊടകരയാവാം, മുട്ടിൽ മരമുറിയാവാം, മാധ്യമങ്ങളെ ആവശ്യമുള്ള ഒരു സമൂഹമാവാം, ആ മാധ്യമങ്ങളെ നിക്ഷിപ്ത താല്പര്യമാവാം. ഇതെല്ലാം നമ്മൾ പലതുകൊണ്ടും ചേർത്ത് വായിക്കേണ്ടതാണ്. ഇവിടെ എല്ലാം തളിച്ചു വളരുന്നത് പൗരോഹിത്യമാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ജമാഅത്ത് ഇസ്ലാമിയിൽ നിന്ന് ലഭിക്കുന്ന വോട്ടുകൾ ഹിന്ദു വോട്ടുകൾക്ക് തടസ്സമാകുമ്പോൾ ഹിന്ദു വോട്ടുകളെ പരീക്ഷിക്കാൻ അഗ്രഹാരം എന്ന പ്രാകൃതമായ ആശയത്തെ സംരക്ഷിക്കുന്നു. അതിലൂടെ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് ഭൂമി അവിടെ ഓടിത്തിരിയുന്നു. ഇത് എല്ലായിടത്തും സംഭവിക്കുന്നു. PV അൻവർ ഒരു വശത്താകുമ്പോൾ അതിന് പകരമായി എത്തുന്നത് ഒരുപക്ഷെ ചിദാനന്ദപുരിയോ ചിന്മയ മിഷനിലെ അശേഷാനന്ദിയോ ആയിരിക്കാം. അവിടെ മറ്റൊരു വശത്ത് തലശ്ശേരിയിലെ ബിഷപ്പ് വരാം, കാസ വരാം. ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മതേതര വിഷയവും ദളിത് ക്രൈസ്തവ ആദി വിഷയങ്ങളും ഏറ്റെടുക്കാനും അതുവഴി കൂടുതൽ മതേതര വോട്ടുകളിലേക്ക് എത്താനുമുള്ള കോൺഗ്രസിൻ്റെ PV അൻവറിൻ്റെ ശ്രമം നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഡൽഹിയിൽ അഴിമതി ആരോപണങ്ങളുമായി പരസ്പരം എതിരിടുമ്പോഴും ആം ആദ്മിയും BJPയും ശ്രമിക്കുന്നത് പൗരോഹിത്യത്തെ നിലനിർത്താനാണ്. അവിടെയാണ് കെജ്രിവാളിൻ്റെ ഈ നടപടി നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. അവിടെ BJPക്ക് കടന്നു കഴിയാൻ കഴിയുന്നത് പൗരോഹിത്യത്തിലൂടെയാണെന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. തെലുങ്ക് സിനിമാ ലോകത്തോടും ദക്ഷിണേന്ത്യയിലെ ചലച്ചിത്ര വ്യവസായത്തോടും രേവന്ത് റെഡ്ഡി നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ നായിഡുവിന് മുകളിൽ പവന് മുകളിൽ അല്ലു അർജുനെയും പ്രതിഷ്ഠിക്കാൻ BJP ശ്രമിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. അവിടെയാണ് BJP വരുത്താൻ ശ്രമിക്കുന്ന മതേതര മുഖം നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. ഇതിന് മാധ്യമങ്ങളെ അവർ കൂട്ടുപിടിക്കുന്നുള്ളതാണ്. ഇതിന് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളും കേരളത്തിലെ വലതുപക്ഷവും മാധ്യമ സ്ഥാപനങ്ങളെ വലിയ രീതിയിൽ കൂട്ടുപിടിക്കുന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ മുട്ടിൽ മരമുറി കേസും സഭകളും. ഇതും ഒരു ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. മസ്കും ട്രംപുമൊക്കെ ഇതിൻ്റെ പല തലത്തിലുള്ള പലയിടങ്ങളിൽ നമ്മൾ കേൾക്കുന്ന പ്രതിനിധികളാണ് ട്രംപും മസ്കുമെല്ലാം. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ഇടപെടാനും ഭരണകൂടങ്ങളെ വീഴ്ത്താനും നിയന്ത്രിക്കാനും പണത്തിനും അതുവഴി മാധ്യമങ്ങളെ, വിശേഷ സാമൂഹ്യ മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങുന്നതിലൂടെ കഴിയുമെന്ന് മസ്ക് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കളെയും മിത്രങ്ങളെയും ഒരേ സമയം സൃഷ്ടിക്കേണ്ടതും അപ്രവചനീയമെന്ന് തോന്നിക്കുന്ന ഭാവവാദികളുടെ സവിശേഷതകളോടെ പൊതുയിടങ്ങളിൽ ഇടപെടണമെന്നുള്ളതും മസ്ക് തെളിയിക്കുന്നു. ഇതിന് രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ കേരളത്തിലുമുണ്ട് എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇത്തരം രീതികൾ, ഇത്തരം വ്യക്തികൾക്ക് അവരിലൂടെ ശാക്തീകരിക്കപ്പെടുന്നത് നിസ്സംശയം പൗരോഹിത്യമാണെന്നുള്ളതിൻ്റെ ഗൗരവമുള്ള കാര്യം. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മറുപടി ആവാം, എലോൺ മസ്കിൻ്റെ നിലപാടുകളാവാം. പൗരോഹിത്യത്തിലൂടെ ഒരു സാംസ്കാരിക ദേശീയത രൂപപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ മസ്കിൻ്റെ ഇതിന് സമാനമായ ശൈലിയാണ് റിപ്പോർട്ടർ ചാനൽ ഉടമകളും ഉപയോഗിക്കുന്നത്. PV അൻവറിനെ അവർ ഉപയോഗിച്ച രീതി അതിൻ്റെ തെളിവാണ്. മസ്കിന് അവകാശപ്പെടാനുള്ള ശേഷികളൊന്നും അവർക്കില്ലെങ്കിൽ പോലും, പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിലുള്ള പശ്ചാത്തലമുണ്ടെങ്കിൽ പോലും, നേരത്തെ പറഞ്ഞ ക്രിസ്ത്യൻ സഭകളിലൂടെ അവർ നിലനിൽപ്പ് തേടേണ്ടു എന്നുള്ളതും ക്രിസ്ത്യൻ സഭകൾ BJPയുടെ നിലനിൽപ്പ് തേടേണ്ടു എന്നുള്ളതും നമ്മൾ ഗൗരവത്തോടെ കാണേണ്ടത്. തീർച്ചയായും ക്രിസ്ത്യൻ വോട്ടുകൾ BJPയിലേക്ക് അടുക്കുന്നതിന് പിന്നിൽ ഇസ്ലാമിക ഭീകരവാദത്തോടുള്ള ഭയം തന്നെയാണെന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. എങ്കിൽ പോലും പൗരോഹിത്യം നിലനിർത്തപ്പെടേണ്ടത് സഭകളുടെ ആവശ്യമാണ്. പൗരോഹിത്യം നിലനിർത്താൻ പരിഷ്കാരങ്ങളും ഇല്ലാതാക്കേണ്ടത് ആവശ്യമാണ്. അവിടെയാണ് ചങ്ങനാശ്ശേരിയും പെരുന്നയും ശിവഗിരിയും ഒക്കെ നിർണായകമാകുന്നത്. വയനാട് എന്ന് പറയുന്ന പ്രദേശം ഉൾപ്പെടുന്ന മേഖലയിലെ കുടിയേറ്റവും അതുകൊണ്ട് തന്നെ പ്രസക്തമാണ്. അവയോട് ചേർന്ന് പോകുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയും പ്രസക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ ഉദ്ദേശിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയയിലൂടെ സംരക്ഷിക്കപ്പെടുന്നത്
അഗ്രഹാരങ്ങളും ജമാഅത്ത് ഇസ്ലാമിയുമാണെങ്കിൽ വയനാടിൽ ഇതിനേക്കാൾ ഭീകരമായ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ഒക്കെ നടക്കുന്നുണ്ട്. കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമമായ മാതൃഭൂമിയുടെ ആസ്ഥാനമെന്ന് പറയുന്നത് വയനാട് തന്നെയാണ്. അവിടെയാണ് റിപ്പോർട്ടർ ചാനൽ മുതലാളിയുടെ ഇടവും വയനാടാണെന്നുള്ളതും സഭ അവിടെ നിലനിൽക്കുന്നു എന്നുള്ളതും വന്യജീവി സംരക്ഷണ നിയമങ്ങളും അൻവറിൻ്റെ സംഘർഷങ്ങളും പ്രിയങ്ക ഗാന്ധിയുടെ ആസ്ഥാനവും എല്ലാം വയനാട് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ നോക്കിക്കാണുന്നുണ്ട്. അവിടെയാണ് ഒത്തുതീർപ്പുകളുടെ വിട്ടുവീഴ്ചയുടെ രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ കടക്കേണ്ടത്. എല്ലാവരുമായി ബന്ധം സ്ഥാപിക്കുക, എല്ലാവരും സമ്മർദ്ദം ചെലുത്തുക തുടങ്ങിയ ആശയങ്ങൾ അൽമുക്താദരും ഷമ്മണ്ണൂരുമൊക്കെ മുഖ്യധാരയിലേക്ക് മാധ്യമങ്ങൾ വഴിയാണ് കടന്നു വരുന്നതെന്നുള്ളത് ഇതിനുള്ള തെളിവാണ്. NSSൻ്റെയും SNDPയുടെയും അവയോടുള്ള കോൺഗ്രസിൻ്റെ പ്രതികരണങ്ങളും നേരത്തെ പറഞ്ഞ കൽപ്പാത്തിയിൽ രാഹുലിന് ലഭിച്ച വോട്ടുകളും UDFനെ മാത്രമല്ല BJPയെയും സമ്മർദ്ദത്തിലാക്കാൻ പോകുന്നതാണ്. ഹിന്ദു വോട്ടുകൾ, വിശേഷ സവർണ ഹിന്ദു വോട്ടുകൾ ഒരു സമ്മർദ്ദ ശക്തിയാകാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നതും അതിലൂടെ പൗരോഹിത്യം ശക്തി പ്രാപിക്കുന്നതും നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടത്. പൗരോഹിത്യത്തെ ബഹുമാനിച്ച് തീരൂ നിലനിൽക്കാൻ എന്നുള്ളത് കെജ്രിവാൾ നമ്മളോട് പറയുന്നുണ്ട്. 70% അതിൽ കൂടുതലോ മുസ്ലിം മതവിഭാഗമുള്ള ഒരു പ്രദേശത്ത് അൻവർ വരുമ്പോൾ അത് കോൺഗ്രസിൻ്റെ മറ്റു പ്രദേശങ്ങളിലെ സമവാക്യങ്ങളെ ബാധിക്കുമെന്ന് കോൺഗ്രസിന് വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ മതരാഷ്ട്രീയം നമ്മൾ മുന്നിൽ തെളിഞ്ഞു കാണുന്നത്. സതീശനും ചെന്നിത്തലയും ചെന്ന് സന്ദർശിക്കുന്ന ഇടങ്ങൾ നമ്മൾ അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ നോക്കിക്കാനായിട്ട്. ഇത് നേരത്തെ പറഞ്ഞ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും നീചമായ, ഏറ്റവും അപഹാസ്യമായ മുഖമാണ്. ഇതിന് നേരത്തെ പറഞ്ഞ മാധ്യമങ്ങൾ അവർ ഏറ്റെടുക്കുന്ന വിഷയങ്ങൾ കൂടി പ്രധാനപ്പെട്ടത്. വാർത്തകളുടെ ആയുസ്, വാർത്തകളുടെ ദൈർഘ്യം, അത് ജനങ്ങൾക്ക് എത്തിക്കണമെന്നല്ല അവർക്കുള്ള നിർബന്ധമില്ല. ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അവിടെ നേരത്തെ പറഞ്ഞ കൊടകര കുഴൽപ്പണക്കേസ്, P. ജയരാജൻ്റെ രംഗത്ത് വന്ന DYFI നേതാവ്, ജോൺ ബിട്ടാസിൻ്റെ TP കേസിലുള്ള സരിത വഴിയുടെ ഇടപെടൽ, അഭിമന്യു കേസിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഇടപെടൽ നിർണായകമാണ്. റിപ്പോർട്ടർ ചാനലിലെ മുട്ടിൽ മരമുറി, സിദ്ധാർത്ഥൻ്റെ കേസ് പോലും ചേർത്ത് വായിക്കേണ്ടത്. അവിടെയാണ് ശിവഗിരിയും രാഹുൽ മാക്കൂട്ടിൻ്റെ മറുപടി നിർണായകമാകുന്നത്. ശിവഗിരിയിലേത് നവോത്ഥാനം തന്നെയാണ്. ഇസ്ലാമിക ഭീകരവാദത്തെ എതിർക്കുന്നത് കൊണ്ട് തന്നെ, പിന്തുണയ്ക്കുന്നത് കൊണ്ട് തന്നെ പിണറായി വിജയൻ ഹൈന്ദവതയ്ക്കെതിരെയാണ് എന്ന് പറഞ്ഞ് ആളുകളെ അണിനിരത്താൻ BJPക്ക് എളുപ്പം കഴിയുമ്പോഴും ശിവഗിരിയിൽ സച്ചിദാനന്ദ സ്വാമിയുടെ, എല്ലാം തെളിഞ്ഞ ആളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിൽ പോലും സച്ചിദാനന്ദ സ്വാമിയുടെ അല്ലെങ്കിൽ ആ ആശ്രമത്തിലെ വ്യക്തിയുടെ വാക്കുകൾക്ക് എതിർക്കപ്പെടേണ്ടതാണ് നമ്മുടെ ഐക്യത്തിന് വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കാനെങ്കിലും കേരളത്തിലെ ഹിന്ദു സമൂഹം പോകുന്നത് പിന്നെ നേരത്തെ പറഞ്ഞ ഒത്തുതീർപ്പ് രാഷ്ട്രീയമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോൺഗ്രസിൻ്റെ പ്രതികരണം കൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. പൗരോഹിത്യം നിലനിൽക്കപ്പെടേണ്ടത് രാഷ്ട്രീയ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് പറയുമ്പോൾ പൗരോഹിത്യത്തിൽ അധിഷ്ഠിതമായൊരു സാമൂഹിക ക്രമം, ഒരു മതവിശ്വാസ ക്രമം രൂപപ്പെട്ടു എന്നുള്ള ആശങ്ക ഉളവാക്കുന്നൊരു കാഴ്ചയോട് നമ്മൾ യോജിച്ച് വായിക്കേണ്ടത്. വാർത്തകൾ നിർമ്മിച്ച് സമ്മർദ്ദമുണ്ടാക്കി, ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ഈ വാർത്തകളുടെ ആയുസ്. എന്നാൽ ഉത്തരേന്ത്യ പോലുള്ള ഇടങ്ങളിൽ ജീവൻ പണയം വെച്ച് വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകർ നമുക്ക് കേട്ടിട്ടുണ്ട്. ഈ അടുത്തുകൂടി കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇത്തരം മാധ്യമപ്രവർത്തകർക്ക്, നക്സൽ മേഖലയിലെ സൈന്യത്തിന്, അർദ്ധസൈന്യങ്ങൾക്ക്, ഇവർക്കൊന്നും ഒരു രീതിയിലുള്ള പിന്തുണയും കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ വളരെ ഗൗരവപൂർവ്വം മനസ്സിലാക്കേണ്ടതും ചർച്ച ചെയ്യേണ്ടത്. ഈ അടുത്ത് നടന്ന വിവാദങ്ങൾ, അത് ശിവഗിരി ആവാം, ബോബി ചെമ്മണ്ണൂരാവാം, ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് സമൂഹത്തെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ്.
എന്നാൽ ഇതുമായി ചേർന്ന വാർത്തകളുമായി മുന്നോട്ട് പോകാൻ കേരളത്തിലെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടത്. പൊതുയിടങ്ങളിൽ സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഉണ്ടാവേണ്ട പരിമിതിയെക്കുറിച്ചും വിധത്തെക്കുറിച്ചും സംസാരിക്കുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത്തരം വിഷയങ്ങൾ എങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ളതും രാഹുൽ ഈശ്വരെ പോലുള്ള ആളുകൾ പറയാൻ നിർബന്ധിതരാണ്. ദിലീപ് അടക്കമുള്ള ആളുകളെ കേരളത്തിലെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, ആഘോഷ പരിപാടികളിൽ ചലച്ചിത്ര താരങ്ങൾക്ക് വേണ്ടി മാത്രമായി ഒതുക്കുന്ന രീതി, ഇതെല്ലാം നമ്മൾ കാണുന്നതാണ്. അപ്പോൾ ചലച്ചിത്ര മേഖല അടക്കമുള്ളവയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതിനെ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, വിഷയങ്ങൾക്ക് മാധ്യമം നൽകുന്ന പ്രാധാന്യം, ഇതെല്ലാം നമ്മൾ നോക്കിക്കാണുന്നത്. ഇവിടെയെല്ലാം നേരത്തെ പറഞ്ഞ പോലെ പൗരോഹിത്യമായി ചേർന്ന് പോകുന്ന ഒരു വ്യവസ്ഥയുണ്ട്. ഈ മാധ്യമങ്ങളുടെ നയങ്ങളും നിലപാടുകളും പൗരോഹിത്യത്തോട് ചേർന്ന് പോകുന്നതാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് റിപ്പോർട്ടും സഭയും നിർണായകമാകുന്നത്. പൗരോഹിത്യം എതിർക്കപ്പെടേണ്ടതല്ല എന്നുള്ള ധാരണ പൊതുസമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് പിന്നിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് മാധ്യമങ്ങളിൽ ഈ സഭകളടക്കമുള്ളവർക്കുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എത്രമാത്രം ഗൗരവത്തിൽ പൊതുസമൂഹം ചർച്ച ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തോടെ കാണും. കാരണം ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളടക്കമുള്ളവയിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്ന തണുപ്പൻ നയം വലതുപക്ഷം രൂപപ്പെടുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. ഫെമിനിറ്റി ഫാത്തിമ എന്ന സിനിമയ്ക്ക് പുരസ്കാരം ലഭിച്ച് നമ്മൾ കണ്ടതാണ്. അതോടൊപ്പം തന്നെ കണ്ണുകെട്ടി പാലസ്തീനിന് വേണ്ടി, അല്ലെങ്കിൽ പാലസ്തീന എന്ന പേരിൽ ഹമാസിന് വേണ്ടി യുവജനോത്സവത്തിൽ ഒരു കളി നടക്കും നമ്മൾ കണ്ടു. ഇത് രണ്ടും കേരള സമൂഹത്തിൽ നടന്നതാണ്. ഇതിലാദ്യത്തേതിന് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രാധാന്യം നൽകിയെന്ന് നമുക്ക് ചോദിക്കേണ്ടത്. രണ്ടാമത്തേത്, ഇത്തരം ഒരു പ്രകടനത്തിന്, ഇത്തരമൊരു പ്രതിഷേധ പ്രകടനത്തിന് ജനാധിപത്യപരമായി അനുവാദം നൽകുമ്പോഴും മറ്റേതെങ്കിലും വിഷയത്തിൽ ഇത്തരം പ്രതിഷേധം ഉണ്ടായോ എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടതാണ്. ഇസ്ലാമിക ഭീകരവാദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുലർത്തുന്ന മൗനം, നിസ്സംഗത, ഭയം, ഇതുതന്നെയാണ് ശിവഗിരിയിൽ തിരിച്ചടി ആയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് മാധ്യമങ്ങളുടെ പങ്കും താല്പര്യവും നിർണ്ണായകമാകുന്നത്. അൽഖ്വയ്ദ മുതൽ ബോക്കോ ഹറാം വരെയുള്ള സംവിധാനങ്ങൾ ചിതറിത്തെറിപ്പിച്ച ജീവിതങ്ങൾ, താലിബാൻ എന്ന വന്യജീവികൾ പീഡിപ്പിക്കുന്നവരും അവയൊന്നും കാണാതിരിക്കാൻ കണ്ണ് കെട്ടാത്തവർ തന്നെയാണ് ഈ കണ്ണുകൾ കെട്ടിയിരിക്കുന്നത്. പാലസ്തീനിൽ മരിച്ചു വീഴുന്നവരോടുള്ള സഹാനുഭൂതി നമ്മുടെ ഓരോരുത്തരെയും ഉള്ളിൽ ഉള്ളപ്പോഴും അവിടെ മരിച്ചവരും അവരുടെ മതവും തന്നെയാണ്, എതിർപക്ഷത്തുള്ളവരുടെ മതവും തന്നെയാണ് നിർണായകമാവുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു നിമിഷം. നേരത്തെ പറഞ്ഞ ഈ സംഭവവികാസങ്ങളെല്ലാം യോജിച്ചുപിടി നമ്മൾ കാണുന്നുണ്ട്. ഈ വിട്ടുവീഴ്ചകൾ, ഈ ഒത്തുതീർപ്പുകൾ സംഭവിക്കുന്നത് രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ടാണ്. രാഷ്ട്രീയമായൊരു ബാലൻസിങ് ആണ്. എന്നാൽ ഈ രാഷ്ട്രീയമായ ബാലൻസിങ് ആർക്ക് വേണ്ടിയാണെന്ന് ചോദിച്ചാൽ പൗരോഹിത്യത്തിന് വേണ്ടിയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ
പാലസ്തീനുമായി ബന്ധപ്പെട്ട ഐക്യത്തിൽ കാണുന്നത്, മുഴച്ചു നിൽക്കുന്നത് മതം തന്നെയാണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എതിർപക്ഷത്തുള്ളവരുടെ മതവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർ തമ്മിൽ തല്ലി ചാവുന്നത് ലോകത്ത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. അത് കാണാതെ പോകുന്നതിന് മുന്നിലുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കാറുണ്ട്. അവിടെയാണ് ഫെബ്രുവരി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയുടെ പുരസ്കാരം വാർത്തയാകാത്തതും തണ്ണീർമത്തനുമായി കനി കുസൃതി എത്തുന്നത് വാർത്തയാകുന്നു. ഈ മുസ്ലിം പ്രീണനം എന്ന പേരിൽ ഇസ്ലാമിക ഭീകരവാദത്തോട് കാണിക്കുന്ന പ്രതിപത്തി അതുതന്നെയാണ് ശിവഗിരിയിൽ താമര വിരിയിക്കുന്നത്. നവൽനിയുടെ മരണത്തിന് 1 വർഷം തികയാൻ പോകുമ്പോൾ റഷ്യ ഇന്ത്യയോട് അടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപക്ഷെ നവൽനിക്ക് വേണ്ടിയിട്ട് നവൽനി രക്തസാക്ഷി ആകുമോ എന്ന് മീഡിയ വൺ കുറച്ച് ദിവസങ്ങളിൽ തീരുമാനിക്കും. അതല്ല ചൈനയുടെ ഉയ്ഗുറുകളുടെ വിധി തന്നെയാവും എന്നുള്ളതും നമ്മൾ നോക്കിക്കാണേണ്ടത്. ഈ മതതീവ്രവാദത്തിൻ്റെ പ്രീണനം തന്നെയാണ് മറുവശത്ത് ഇത്തരം രീതിയിൽ മുഴച്ചു നിൽക്കാൻ കാരണം. അതുകൊണ്ട് തന്നെ ഒത്തുതീർപ്പുകളുടെ രാഷ്ട്രീയം അതിൻ്റെ എല്ലാ പരിധിയും ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ നിസ്സംഗത, മൗനം, ഇതെല്ലാം ഒരു പ്രീണനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഒന്ന് മറ്റൊന്നിനെ സംരക്ഷിക്കുന്നുള്ളതുകൊണ്ടാണ്. കൊടകര കുടിൽപ്പണക്കേസ് അന്വേഷിക്കാതിരുന്നാൽ റിയാസും വീണ വിജയനും സംരക്ഷിക്കപ്പെടുമെന്നതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയും SDP സംരക്ഷിക്കപ്പെടുമ്പോൾ അഗ്രഹാരങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു, അതിലൂടെ വഖഫ് സംരക്ഷിക്കപ്പെടുന്നു. ഇതുതന്നെയാണ് പർദ്ദയിലും ബുർക്കയിലും സംഭവിക്കുന്നത്. ശബരിമലയിലെ സ്ത്രീ പ്രവേശനം എന്ന് പറയുന്ന വിപ്ലവാത്മകമായ ഐതിഹാസികമായ തീരുമാനം സ്ത്രീകൾക്ക് അശുദ്ധിയല്ല, ജനിതകമായ സവിശേഷതയാണ് ഉള്ളതെന്നുള്ളതും അതുമായി ബന്ധപ്പെടുന്നതല്ലെന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം, അല്ലെങ്കിൽ അത്തരം നിലപാടിലേക്ക് എത്താൻ കഴിയാത്ത വിധം ഹിന്ദു സമൂഹം അധപ്പതിച്ചു പോകുന്നതിന് പിന്നിലും ഇത്തരം വിട്ടുവീഴ്ചകളുണ്ട്. അവിടെയാണ് നേരത്തെ പറഞ്ഞ മാധ്യമങ്ങളിലേക്ക് എത്തേണ്ടത്. മാധ്യമങ്ങൾ വാർത്തകൾ കൈകാര്യം ചെയ്ത രീതി, നിർമ്മിക്കുന്ന രീതി, പൊതുജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വ്യക്തികളെ, വിഷയങ്ങളെ കുറിച്ച് പഠിക്കാത്ത രീതി, പുരുഷ കേന്ദ്രീകൃതമായ, പൗരോഹിത്യ കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അതിർത്തിയിലെ പട്ടാളക്കാർ രാജ്യസ്നേഹികളല്ലാതെ ആകുമ്പോൾ ഓണം പരിപാടികളിൽ, ക്രിസ്മസ് പരിപാടികളിൽ അവർക്കിടമില്ലാതെ ആകുമ്പോൾ ചലച്ചിത്ര താരങ്ങൾ മാത്രം സാംസ്കാരിക മേഖലയിലേക്ക് എത്തുമ്പോൾ സംഭവിക്കുന്നത് വലിയൊരു മൂല്യക്ഷയമാണ്, വലിയൊരു സുഹൃതക്ഷയമാണ്. സാംസ്കാരികമായ ഉന്നതിയില്ലായ്മ സംഭവിക്കുന്നിടത്ത് സാമൂഹികമായ ഒരു ഇടിവുണ്ടാകുന്നു. ആ സാമൂഹികമായ ഇടിവിൽ വിശ്വാസം കടന്നു വരുന്നു. ആ വിശ്വാസത്തിലൂടെ പൗരോഹിത്യം കടന്നു വരുന്നു. പൗരോഹിത്യ ചുറ്റും ഒരു കൂട്ടം ആളുകൾ ശക്തി പ്രാപിക്കുന്നു. ആ ആളുകൾ ഒരു വോട്ട് ബാങ്കായി മാറുന്നു. പർദ്ദ സംരക്ഷിക്കപ്പെടുമ്പോൾ, വഖഫ് സംരക്ഷിക്കപ്പെടുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും രാഹുൽ ഈശ്വറുമാണ് ജയിക്കുന്നത്. പരാജയപ്പെടുന്നത് നർഗീസ് മുഹമ്മദിയും നാരായണ ഗുരുവുമാണ്. പെരുന്നയിൽ, ചങ്ങനാശ്ശേരിയിൽ വിരിഞ്ഞ താമരയിൽ വാടി മുങ്ങിപ്പോയത് ശ്രീനാരായണ ഗുരുവാണ്. ചെന്നിത്തലയും സതീശനും ജയിക്കാൻ ശ്രമിക്കുമ്പോൾ അയ്യങ്കാളിയും പൽപ്പുമെല്ലാം തോറ്റുകൊണ്ടേയിരിക്കുകയാണ്. മരണാനന്തരവും വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. താമര വിരിയട്ടെ.